ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ നിസാൻ മാഗ്നറ്റിലെ ബേസ് വേരിയൻറ്റിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന വിസിയ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണിത്. ബേസ് വേരിയൻ്റാണ് നമ്മളുടെ വിസിയ പ്ലസ് എന്ന് പറഞ്ഞ ഈ വേരിയൻറ്റിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കൂടി നിസാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും. അപ്പോൾ ഈ വിസിയ പ്ലസ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ബേസ് വേരിയൻ്റായിട്ട് എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വിസിയ പ്ലസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിസിയ വേരിയൻറ്റിൽ നിന്ന് കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വേരിയൻ്റാണ് ഈ വിസിയ പ്ലസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാഗ്നറ്റിൻ്റെ ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി ഈ വാഹനത്തിലെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാലജനായിട്ട് ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു, അതും ഹാലജനായിട്ടാണ് വരുന്നത്. ഈ ഹെഡ്ലൈറ്റിനകത്ത് നമുക്ക് ഒരു ചെറിയ ക്രോം ഇൻസെറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് DRLൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു ക്രോം ഫിനിഷാണ് വരുന്നത്. നമുക്ക് DRL വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. ഫ്രണ്ടിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല, ഫോഗ് ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വാഹനം നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. റൂഫൊക്കെ ഒരു ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനിയും വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിസിയ പ്ലസ് വേരിയൻറ്റിൽ വീൽ കപ്പ് വരുന്നില്ല, ഇത് ഷോറൂമിൽ നിന്ന് ചെയ്തിരിക്കുന്നതാണ്. എല്ലാ വേരിയൻറ്റുകളിലും സെയിം ടയർ സൈസ് തന്നെയാണ്, 195 60R 60 ടയർ സൈസ്. അപ്പോൾ അലോയ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇവിടെ നമുക്ക് മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് വരുന്നത്, ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ മിറേഴ്സ് കാര്യങ്ങളായിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ഡോർ ഹാൻഡിൽ ഇപ്പോൾ ക്രോം ഫിനിഷിലാണ് വരുന്നത്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് റെയിൽസ് കാണാം, അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. വിസിയ പ്ലസ് വേരിയൻറ്റിൽ ബേസ് വേരിയൻ്റായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് നമുക്ക് ആ ഷാർഫിൻ ആൻറ്റിനെയാണ് എക്സ്റ്റീരിയറിൽ. ഇതിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഈ വശങ്ങളിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അതെന്താണെങ്കിലും ഒരു SUV ലുക്ക് തരാൻ സഹായിക്കുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിസിയ ബേസ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് ബാക്കിലാണ്. ബാക്കിൽ നമുക്ക് ഡിഫോഗറുള്ള ഗ്ലാസ് വന്നു, വൈപ്പർ ആൻഡ് വാഷറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അതിന് നിരക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. കണ്ടില്ലേ, ഇതാണ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്. ഇനി താഴത്തേക്ക് വന്ന മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. ടെയിൽ ലൈറ്റൊക്കെ എല്ലാം പഴയ ഒരു മാഗ്നറ്റിൻ്റെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് എല്ലാം ഹാലജനാണ്. താഴത്തേക്ക് വന്നാൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് നമുക്ക് ചെറിയൊരു റിഫ്ലക്റ്റേഴ്സും കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നേരെ താഴെ തന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അതെല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 365 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു വലിയ ബൂട്ടുകളാണ് മാഗ്നറ്റിൽ വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ബേസ് വേരിയൻറ്റായിട്ട് കൊടുത്തിരിക്കുന്നു. 60/40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് വീൽ ക്യാപ്പുകൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് വേരിയൻറ്റിൽ ഒരു വൈറ്റ് നമ്മുടെ സ്റ്റീൽ വീലുകൾ പ്ലസ് ഈ ഒരു ബ്ലാക്ക് വീൽ ക്യാപ്പുകളാണ് വരുന്നത്. ഇനി സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് ജോബ് ഡൺ എന്നുള്ള രീതിയിലുള്ള സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. 165 80R 14, അതായത് 14 ഇഞ്ചിൻ്റെ ചെറിയ വീലുകളാണ് ഇതിനകത്ത് സ്പെയർ വീലുകളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ പാഴ്സൽ ട്രേ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. ഇനി ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ വാഹനത്തിന് കീ വരുന്നത് നമുക്ക് സെൻട്രൽ ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ കീ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മാനുവൽ സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് ആക്സസറിയായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അത് മാഗ്നറ്റിൻ്റെ ഒരു 3rd വേരിയൻറ്റ് വരെ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ടോപ്പിൻ്റെ രണ്ട് വേരിയൻറ്റുകളാണ് ഇൻറ്റീരിയറിൽ കളർ ടോണിൽ ഡിഫറൻസ് വരുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിൽ ഡോർ പാഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. അത് ബേസ് വേരിയൻറ്റ് തൊട്ടേ സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. നമുക്ക് നമ്മുടെ ഗ്ലാസുകൾ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല്, സ്പീക്കർ വരുന്നുണ്ട്. നമുക്ക് മിറർ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പഴയ മാഗ്നറ്റിന് എല്ലാവരും കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നതാണ്. അതിനകത്ത് വന്നിരുന്ന ഇവിടെ ഒരു കുറ്റി സെൻട്രൽ ലോക്കിങ്ങിൻ്റെ, അത് ഈ വേരിയൻറ്റിൽ എന്താണെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക്കുകളാണ് സീറ്റിൽ വരുന്നത്. അതിന് വശങ്ങളിലെല്ലാം ഒരു വൈറ്റ് കളർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് മാനുവൽ വേരിയൻ്റാണ്. 3 പെഡലുകൾ വേണം. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടനും ഉൾപ്പെടുത്തി.
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാഗ്നറ്റിൻ്റെ ബേസ് വേരിയൻ്റ് വിസിയ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വിസിയ പ്ലസ്സിൽ വന്നിരിക്കുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. അതിൻ്റെ പുറത്തൊരു നീല കളറുള്ള സ്ക്രീൻ ഗാർഡ് വന്നിരിക്കുന്നതാണ് ഒരു ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. നമുക്ക് ഫോണുമായിട്ട് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നതാണ് ഈ വിസിയ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളും സെയിം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്പ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് കൊടുത്തിരിക്കും. താഴെയെല്ലാം നമുക്ക് സിൽവർ ഫിനിഷ് കാണാം. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്റർ ലൈറ്റിംഗ് ഫംഗ്ഷനോട് കൂടി നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. സ്പീഡോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ നമ്മൾക്ക് ടയർ പ്രഷർ വാർണിംഗ് ബേസ് വേരിയൻറ്റ് തൊട്ടേ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ AC വെൻസ് ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന AC. വളരെ പെട്ടെന്ന് കൂളാവുന്ന ഒരു ചിൽഡ് AC ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതിന് താഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ബാക്കിലെ ഡിഫോഗറിന്റെ ബട്ടൺ കാണാം. അതിനോട് ചേർന്ന് തന്നെ ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ. മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. അതിന് താഴെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴത്തേക്ക് വന്നാൽ നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. ഗിയർ ലിവറിന് ടോപ്പിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത്. നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടില്ല. നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് വരുന്നത്. റീഡിംഗ് ലൈറ്റ് എല്ലാം നമുക്ക് ഹാലജനായിട്ടാണ് വരുന്നത്. കോ ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് വരുന്നത് ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ബാക്ക് ഡോറിൽ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിലെ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ നമുക്കൊരു പ്രോപ്പർ സെൻറ്റർ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മൊബൈൽ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങൾ കാണാം. നമുക്കൊരു പാസഞ്ചർ ഇല്ലായെങ്കിൽ നമുക്കത് ഒരു 3 പാസഞ്ചർ ഉണ്ടെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. 3 പേർക്കുള്ള 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ബാക്കിലേക്ക് പ്രത്യേകിച്ച് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ വേറെ ചാർജിങ് പോർട്ടോ കാര്യങ്ങളൊന്നും തന്നെ ബാക്കിലേക്ക് വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. നിവർന്നിരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 12-13 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് മാഗ്നറ്റിൻ്റെ ബാക്കിൽ കിട്ടുന്നുണ്ട്. മാഗ്നറ്റ് ബേസ് വേരിയൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ NCAP 4-star റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് മാഗ്നറ്റ്. ഇപ്പോൾ ബേസ് വേരിയൻറ്റിൻ്റെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ ടയർ പ്രഷർ വാർണിംഗ് പോലുള്ള ഫീച്ചേഴ്സും ഇതിൻ്റെ സേഫ്റ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. 72 ഹോഴ്സ് പവർ ആണ് ഈ വാഹനത്തിന് എഞ്ചിൻ തരുന്ന പവർ. 96 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് മാനുവലിന് 19.7, ഓട്ടോമാറ്റിക്കിന് 20 km/ലിറ്റർ അടുത്തുമാണ്. റിയൽ ലൈഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാനുവലിന് 15-നും 16-നും ഇടയ്ക്കും, ഓട്ടോമാറ്റിക്കിന് 14-നും 15-നും ഇടയ്ക്ക് നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിസിയ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് നമുക്ക് മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,63,000 രൂപയാണ്. എല്ലാ ഓഫറുകളും കഴിഞ്ഞ് 7,63,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാം. ഇനി വിസിയ വേരിയൻറ്റിലാണ് നമുക്ക് AMT വരുന്നത്. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,75,000 രൂപയാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഈ വേണ്ട ആക്സസറീസ് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതായത് ബേസ് വിസിയ വേരിയൻറ്റിൽ നമുക്ക് AMT മാനുവലും അവൈലബിൾ ആണ്. വിസിയ പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് മാനുവലും മാത്രമാണ് വരുന്നത്. ബേസ് AMT വേരിയൻറ്റ് നമുക്ക് 7,05,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഏകദേശം 50,000 രൂപയാണ് നമ്മുടെ ഈ വാഹനത്തിൽ എക്സ്ട്രാ പേ ചെയ്യുന്നത്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് വാല്യൂ ഫോർ മണി തന്നെയാണ്. ബാക്കിൽ വൈപ്പർ വാഷർ ഡിഫോർ വരുന്നു. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വിത്ത് ബാക്ക് ക്യാമറ, 4 സ്പീക്കർ. അപ്പോൾ ആ ഒരു പ്രൈസിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വാല്യൂ ആയിട്ടാണ് ആ ഒരു 7,63,000 രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിസാൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക്
പെരുമ്പാവൂരുള്ള EVM നിസാനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ മാഗ്നറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും പഴയ വാഹനത്തിൻ്റെ ഓണറാണെങ്കിലും എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.